മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സീറ്റിൽ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സ്ഥാനാർത്ഥിയാകും. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പേര് നിർദ്ദേശിച്ചത്. അതേസമയം ഹാരിസ് ബീരാന് സീറ്റ് നൽകാനുള്ള തീരുമാനത്തിൽ ലീഗിൽ എതിർപ്പ് ശക്തമാണ്. PMA സലാം അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളെയും യൂത്ത് ലീഗിന്റെ നോമിനികളെയും മറികടന്നാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള മുസ്ലിം ലീഗിന്റെ തീരുമാനം. സുപ്രീം കോടതിയിലെ മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടങ്ങൾക്കും ഡൽഹിയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നേതാവാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. മുസ്ലിം ലീഗ് ഡൽഹിയിൽ നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഹാരിസിന് പങ്കുണ്ട്. എന്നാൽ ഹാരിസ് കീഴ്ത്തട്ടിൽ പ്രവർത്തിക്കാത്ത നേതാവാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പിന് കാരണം. ഹാരിസ് ബീരാനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളടക്കം ആദ്യം വിയോജിപ്പ് അറിയിച്ചെങ്കിലും ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ കൂടി ഇടപെട്ടതോടെ നിലപാടിൽ അയവ് വരുത്തി. ഹാരിസ് ബീരാനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ യൂത്ത് ലീഗും കടുത്ത അമർഷത്തിലാണ്. PK ഫിറോസിനെയോ ഫൈസൽ ബാബുവിനെയോ മത്സരിപ്പിക്കണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. എന്നാൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പൂർണ്ണ പിന്തുണ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ്. ഹാരിസിനോട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആവശ്യമായ രേഖകൾ തയ്യാറാക്കാൻ നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടതായാണ് ലീഗ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. വിദേശത്തുള്ള സാദിഖ് അലി തങ്ങൾ മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.